ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയിലത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ ഒരു കുട്ടി എപ്പോഴും പറയുമായിരുന്നു, എപ്പോഴും പറയും, ഇന്നും പറഞ്ഞു, ആൻറ്റി നല്ലൊരു ദിവസമായിരുന്നു എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കും ഒരു പോസിറ്റീവ് എനർജി, ഞങ്ങൾക്കും ഇന്ന് നല്ല ദിവസമാവും എന്നൊരു തോന്നൽ വരണമെന്ന്. അപ്പോൾ അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ അത് പറയണ്ടേ. അപ്പോൾ അങ്ങനെ പതിവുപടി ഇതേ രാവിലെ ജീപ്പ് ചാർജ് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ എപ്പോഴും കറണ്ട് കട്ടാണ്. അപ്പോൾ ഇൻവെർട്ടറുമെന്ന് സാധാരണ ചാർജ് ചെയ്യാൻ വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ജീപ്പ് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കാരണം ഇവർ രണ്ട് ഓടിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് വരുമ്പോഴേക്കും അതിൻ്റെ ചാർജ് തീരും. അപ്പോൾ അതുകൊണ്ട് ഫുൾ ടൈം ചാർജ് ചെയ്യാനായിട്ട് വെക്കലാണ് അപ്പാപ്പൻ്റെ പണിയിട്ട്. ഡോൺ അത് വെച്ചിട്ട് പോവും. അപ്പാപ്പൻ ഉച്ചയാകുമ്പോൾ അതെടുത്ത് മാറ്റും. പക്ഷേ ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് കറണ്ട് പോവുകയും ചെയ്തു, നല്ല മഴ പെയ്യുകയും ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് അത് മാറ്റേണ്ട ഒരു അവസ്ഥയാണ് വന്നത് കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ് എല്ലാവരും പുറപ്പെട്ട് ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഞാൻ അതുവരെ തിരക്കായതുകൊണ്ടും പിന്നെ ഞാൻ എണീക്കാൻ വൈകുന്നതുകൊണ്ടും ഞാൻ ആ സമയത്ത് സാധാരണ വീഡിയോസ് എടുക്കാറില്ല കേട്ടോ. കുട്ടികളെ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കാറ്. അങ്ങനെ എന്താ പറയുക, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോണതായാലും അവർക്ക് വലിയ മടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. രണ്ടുപേരും മിടുക്കരായിട്ട് പോയി. അങ്ങനെ ഇന്ന് ഡോണും അപ്പാപ്പൻ്റെ കൂടെ ആണ് പോയത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഹബ്ബിൽ ഇറങ്ങാനായിരിക്കണം. അപ്പോൾ ഡാഡിയും മോനും ഡിമ്പിളും പിള്ളേരും കൂടിയിട്ടാണ്, ഡാഡിയും മക്കളും പിള്ളേരും തന്നെ പറയാം, അവർ കൂടിയിട്ടാണ് പോയത്. അപ്പോൾ അവർ പോയി കഴിയുമ്പോഴാണ് ഞങ്ങളുടെ മിറ്റടിക്കലും കുശലം പറിച്ചലും കേട്ടോ. ഞാനും ഡിവൈനും ചാക്കോച്ചനും കൂടിയിട്ട്. കാരണം അവർ വരുന്നത് വരെ ഈ ഗേറ്റ് ഇങ്ങനെ തുറന്ന് കിടക്കും. അപ്പോൾ ആ സമയത്ത് ആര് കയറിയാലും നമ്മൾ എന്താ പറയുക, ഉമ്മർത്ത് നിൽക്കണതല്ലേ എൻ്റെ ശരി. അകത്ത് കയറിപ്പോയി കഴിഞ്ഞാൽ വല്ലവരും വന്നാൽ നമ്മളറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ആ സമയം ഇവിടെ ഇങ്ങനെ നിന്ന് വട്ടിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഡിവൈൻ ആ സമയത്തിന് മിറ്റടിക്കുന്ന സമയം. പക്ഷേ ഇന്നും മിറ്റടിച്ചിട്ട് ആകെ കുളമായി. ഞാൻ കാണിച്ചു തരാം കുറച്ച് കഴിയുമ്പോൾ. ഞാൻ വീഡിയോ എടുത്തിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ കഴിഞ്ഞ് മൊത്തം അടുക്കള ആകെ, ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഇവർ കുട്ടികൾ പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ഇതാണ്. കാരണം ഇറങ്ങണ നേരത്ത് അവർക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നെ പാത്രം കഴുകിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അത് ലേറ്റാവും. അപ്പോൾ ഇന്ന് വടയും നല്ല ചമ്മന്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല ചൊടിയുള്ള ചമ്മന്തി. അങ്ങനെ ഒരു ഉച്ച വന്നതിന് ശേഷം ഞങ്ങളിങ്ങനെ ഇരുന്ന് വിശേഷങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഡിവൈനും ഉണ്ട്, ഡിവൈൻ അപ്പുറത്തുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ വർത്തമാനങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ ഡിവൈൻ ഡ്രസ്സ് മാറാൻ പോയേക്കായിരുന്നു. ഞാൻ നേരത്തെ അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞത് ഡ്രസ്സ് മാറാൻ പോയത്. അപ്പോൾ ഇവർക്ക് എന്തൊക്കെയോ പ്രൊമോഷനും കാര്യങ്ങളും എടുക്കണം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ടി വിയിലേക്ക് 5 മിനിറ്റ് കൂടുമ്പോൾ ടി വിയിലേക്ക് വന്ന് ഇങ്ങനെ നോക്കല പണി. നമ്മുടെ അർജുൻ്റെ വിശേഷം ഭയങ്കര സങ്കടമാണ്. നമുക്ക് എന്താ പറയുക, ഏത് അവസ്ഥയിലായാലും ആ ബോഡി ഒന്ന് കിട്ടണം എന്നാണ് ഇപ്പം നമ്മളുടെയൊക്കെ പ്രാർത്ഥന. കാരണം നമുക്കറിയാമല്ലോ, കാണാണ്ട് പോയാലുള്ള വിഷമം. നമ്മൾ കൺമുമ്പിൽ അത് എന്തെങ്കിലും ആവുകയാണെങ്കിൽ നമുക്കൊരു വിഷമമല്ലേ. ഇത് ഏതാണെന്നുള്ള ചോദിച്ചിട്ടുണ്ട്. അത് വല്ലാത്തൊരു നൊമ്പരാണത്. അപ്പോൾ അതുകൊണ്ട് ഞാനും അതെ ഈ നിമിഷം വരെ ഇപ്പോൾ ശരിക്കും ഇന്ന് ഇപ്പോൾ 12:30 ആയിട്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഈ നിമിഷം വരെ ഒരു വിവരം അറിയാറുണ്ട്. നമ്മുടെ വീട്ടിലത്തെ തന്നെ ഒരു മോനെ പോലെയാണ് നമ്മളത്. അവരുടെ ആ മിസ്സിങ് നമുക്ക് ഭയങ്കര വിഷമമാണ്. നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒരാളെ കണ്ടില്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാവും. അപ്പോൾ എന്നേക്കുമായിട്ട് കാണാനില്ല എന്ന് പറയുമ്പോൾ അത് എനിക്കറിയില്ല ഏത് ഭാഷയിലാണ് പറയാന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചാക്കോച്ചന് ഇപ്പോഴത്തെ പണി എന്താ വെച്ചാൽ കണ്ടൈമൊക്കെ കയറി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളില്ലാത്തപ്പോൾ ഞങ്ങൾ ധൈര്യമായിട്ട് അവനങ്ങോട്ട് ഇറക്കി വിടും കേട്ടോ. അവിടെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ്. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് ആരും വരായിക്കും. അപ്പോൾ അവനെ അങ്ങോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷമാണ്. അവന് ഏറ്റവും ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ ഇവിടെ 4 കാലുമ്പോൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കുട്ടികളുള്ളപ്പോൾ നമുക്കത് സേഫ് അല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ താഴെ അങ്ങനെ ഇറക്കാറില്ല. ഒന്നെങ്കിൽ വോക്കറിൽ അല്ലെങ്കിൽ ഹൈ ചെയറിൽ, അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഡിവൈൻ ഡ്രസ്സൊക്കെ മാറി ഭംഗിയിൽ വന്നതാണ് കേട്ടോ മറ്റേ ഇതെടുക്കാനായിട്ട്. അപ്പോൾ ഡാഡി പറഞ്ഞു പതിവിൽ വിട്ട് ഭംഗി കുറഞ്ഞു, നിറം കുറഞ്ഞു എന്ന് പറഞ്ഞു ഡിവൈനോട്. അപ്പോൾ അതിനുള്ള അപ്പനും മോനും കൂടിയുള്ള ഏറ്റുമുട്ടലാണ് കാണുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാ പരിപാടികളും കഴിയുമ്പോഴാണ് നടയിലത്തെ ലൈറ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴും ഞാൻ രാവിലെ തൊട്ട് ഈ ന്യൂസും കാര്യങ്ങളും വെച്ചുകൊണ്ടിരിപ്പായിരുന്നു കേട്ടോ ഒന്ന്. അങ്ങനെ ഉച്ചയോട് കൂടിയിട്ട് ഞാൻ നമ്മളുടെ പാക്കിങ് കാര്യത്തിലിരുന്നു. ഡിമ്പിൾ ഉച്ചയാകുമ്പോഴേക്കും എല്ലാ പരിപാടികളും കഴിച്ച് കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു കാര്യമായിട്ട് ഒന്നും ചെയ്യണ്ട, ഒക്കെ വളരെ നിസ്സാരം. രാത്രി എന്തായാലും ഹെവിയാണ്, രാവിലെ ഹെവിയാണ്. അപ്പോൾ ഞാൻ പറയും ഉച്ചയ്ക്ക് അത്രയും ഹെവി ആയിട്ട് ഒരു സംഭവം ചെയ്യേണ്ട. കാരണം കുട്ടികളെ വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കും ഈ 2:30 വരെ ഞാനും ഭയങ്കര തിരക്കാവും. അപ്പോൾ ഇവർ രണ്ടുപേരും എന്തൊക്കെയോ പറഞ്ഞിട്ട് കിടന്നിട്ട് വർത്താനം എടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ.
അപ്പോൾ ദേ കണ്ടോ, മിറ്റടിച്ച മിറ്റം വീണ്ടും ദേ ഇതപ്പം ഞാൻ ഡിവൈനോട് പറയും വേണ്ട ഇപ്പോൾ അടിക്കണ്ടെന്ന് പറയും. പക്ഷേ ഡിവൈന ഇല കിടക്കണ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ വീണ്ടും ഇങ്ങനെ കാണുമ്പോൾ അത് അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. എന്നാലും പിന്നെ എന്താ പറയുക, ഞാൻ പറയും കുട്ടികളോട് ഒരു എക്സസൈസ് ആയിട്ടിരിക്കട്ടെ അത് എന്ന് പറയും. കാരണം കുട്ടികൾക്ക് എപ്പോഴും നല്ലതാണ്. അതിപ്പോൾ ഡിംപിളായാലും ഡിവൈനായാലും പാത്രം കഴുകുക, ഇപ്പോൾ അലക്കണ പണിയില്ലല്ലോ. പണ്ടുള്ളവരൊക്കെ അലക്കലും എടുക്കലൊക്കെ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തന്നെ അവരുടെ കയ്യിനും കാലിനൊക്കെ ഒരു ഇതുണ്ടാവും. ഇപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാനായാലും അങ്ങനെ തന്നെയായിരുന്നു. അലക്കോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ വന്ന പിന്നെ ഞാൻ വളരെ കുറവാണ് അലക്കലിൻ്റെ അവിടേക്ക് പോയിട്ടുള്ളത്. അലക്കൽ ശരിക്കും പറഞ്ഞാൽ വേണ്ട എന്നൊരവസ്ഥയാണ്. ഭയങ്കര ഉറക്കം വരിക കേട്ടോ, സോറി കേട്ടോ. അപ്പോൾ അങ്ങനെ അവരെ കൊണ്ടുവരാനായിട്ട്, കുട്ടികളെ കൊണ്ടുവരാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ ചാക്കോച്ചൻ എത്തി വലിഞ്ഞ് നോക്കേണ്ടതാണ്. ഇപ്പോൾ ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ വണ്ടികൾ പോകുമ്പോഴും അതെ, അവനെങ്ങനെയെങ്കിലും ഒന്ന് ആ കട്ടള മറികടന്നൊന്ന് ചാടിപ്പോയാൽ കൊള്ളാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ പറ്റണില്ലല്ലോ. അപ്പോൾ അവന് പറ്റാവുന്ന മാക്സിമം അവൻ എത്തി വലിഞ്ഞ് നോക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മളോട് എടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കൈകൊണ്ടൊക്കെ കാണിക്കും. അപ്പോൾ അവൻ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ആക്റ്റീവായി തുടങ്ങി, ഭയങ്കര വിളിച്ചു തുടങ്ങി, വർത്താനം പറഞ്ഞു തുടങ്ങി. വർത്താനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ പലാന്ന് കിടന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവനെ കൊണ്ട് ആവുന്ന പോലെ അവൻ ഉഷാറായിട്ടാണ് കേട്ടോ ഇപ്പോഴത്തെ അവൻ്റെ പോക്ക്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എനിക്ക് അവൻ്റെ കാര്യം പറയുമ്പോൾ കുറേ പേര് പറയും കുട്ടിയെ ഇങ്ങനെ കാണിക്കല്ലേന്ന്. പക്ഷേ ഏത് ഫ്രെയിമിൽ വന്നാലും അവൻ എൻ്റെ ക്യാമറയുടെ മുമ്പിൽ വരും. കാരണം ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ഈ പരിസരത്ത് നിന്ന് വട്ടം കറങ്ങുന്നുണ്ടാവും. അപ്പോൾ ഇനി എനിക്കുള്ള ഒരു ചെറിയ പണി എങ്ങനെയാണെന്ന് വെച്ചാൽ ചോറൊന്ന് തിളപ്പിച്ച് വിട്ടുക എന്നുള്ളതാണ്. കാരണം കറണ്ട് പോയി കിടക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വട്ടയിൽ വെള്ളം വെച്ച് അതാക്കി കഴിഞ്ഞപ്പോൾ ഇന്ന് മുതിര ഉപ്പേരി വെച്ചിട്ടുണ്ട്, മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എന്നിട്ട് നമ്മുടെ പാച്ചുവിന് ഈ ഫ്രൈഡ് റൈസ് സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഡിംപിൾ മറ്റേ കീമ ഇട്ടിട്ട് ബീഫിൻ്റെയാണ് ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രീ ആയിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഡിവൈൻ കുട്ടികളെ വെയിറ്റ് ചെയ്ത് ഫ്രണ്ടിലിരിക്കുക. അപ്പോൾ ഞാൻ ഫ്രിഡ്ജൊന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ ഒരാഴ്ച എനിക്ക് തൊടാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഇത് ഒതുക്കാൻ കണ്ടില്ല. എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും എൻ്റെ ഫ്രിഡ്ജ് ഇങ്ങനെ. അപ്പോൾ കുട്ടികളെങ്ങനെയാണെന്ന് വെച്ചാൽ പണിയുടെ ഇടയിൽ കിട്ടിയത് കിട്ടിയെടുത്ത് വെച്ചിട്ട് ഓടും. ഇപ്പോൾ ഡിംപിളായാലും അങ്ങനെയൊക്കെ തന്നെ ഇപ്പോട്ടാ. മുമ്പ് അവളാണ് എന്നെ ഒതുക്കാൻ പഠിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടിയതെടുത്ത് വെച്ചിട്ട് മൂപ്പര് പോവും. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ പ്രത്യേകിച്ച് പണികളില്ലാത്ത കാരണം ഞാൻ ഇതിൻ്റെ പിന്നാലെ നിൽക്കും. അപ്പോൾ ഇത് നമ്മുടെ സോഫി കൊണ്ടുവന്നേലത്തെ കിസ്മസാണ് കേട്ടോ. കുരുവില്ലാത്ത മുന്തിരി കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ നിങ്ങളന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ പാച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ്സ് ആയിരുന്നു ഗിഫ്റ്റ് കുട്ടികൾക്ക് ഓരോരുത്തർക്കും കൊടുക്കാനായിട്ട്. ഇങ്ങനെയായിരുന്നു ഹാപ്പി ബർത്ത്ഡേ കെൻഡ്രിക് ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ 4 എണ്ണം എടുത്ത് വെച്ചിട്ടുള്ളതാണ്. കാരണം കുട്ടികൾ അത് ഞാൻ മാമോദീസയുടെയും പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേയുടെയും സെക്കൻഡ് ബർത്ത്ഡേയുടെയും ഒക്കെ ഓരോന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം കുട്ടികൾക്ക് വലുതാവുമ്പോൾ അതൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് തിന്നാനും എടുക്കാനും ഒന്നും അല്ല കേട്ടോ. അങ്ങനെ അടുത്തത് ആൽമണ്ടാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഇവിടെയാണ് അന്ന് തൊട്ട് വെച്ചിരുന്നത്. അങ്ങനെ 4ാമത്തെ കുപ്പി നോക്കിയപ്പോഴാണ് അതിൽ ഫിഗ്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇന്നാളെ ഒരു ഫാമിലി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് ഞാൻ 3 പേർക്കും എന്താ പറയുക ഭാഗിച്ച് കൊടുത്തു. അതായത് ഡിംപിളിനും ഡിവൈനെന്ന് പറഞ്ഞാൽ ഡോണായാലും അതും പിന്നെ ഇത് ഡാഡിക്കും എനിക്കും കൂടിയുള്ളത്. അപ്പോൾ അത് വെച്ചത് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതിനകത്ത് ഇരിക്കുന്നുണ്ടല്ലോ എന്ന്. സാധാരണ ഈ കുപ്പിയാണ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ബോട്ടിൽ കണ്ടോ ഇതിലാണ്. അപ്പം ഞാൻ വേഗം അതെടുത്ത് അതിൽ ഫില്ല് ചെയ്ത് അതും കാണുന്നിടത്ത് വെച്ചു. അല്ലെങ്കിൽ ഡാഡിക്ക് അറിയില്ല എവിടെ ഇരിക്കണേ എന്താണെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ചൊക്കെ കഴിക്കുക, പെട്ടെന്ന് ഷുഗർ കൂട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 4 കൂട്ടം നമുക്ക് എടുക്കാവുന്ന ഡ്രൈ ഫ്രൂട്ട്സാണ് ശരിക്കും. ഒന്നിൽ ചോക്ലേറ്റ്, ഒന്നിൽ ആൽമണ്ട്സ്, ഒന്നിൽ കിസ്മസ്, ഒന്നിൽ ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ ഇത് നമുക്കിതാ ഈ ഒരൊറ്റ കള്ളിയിൽ വെക്കുമ്പോൾ നമുക്കറിയാം അതിൽ നിന്ന് എടുത്ത് കഴിക്കാനും എളുപ്പമാണ്. ഇത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അപ്പുറത്തുനിന്ന് വിളി വന്നു, ഇതാ പിള്ളേർസ് എത്തി. അപ്പം ഞാൻ ശരിക്കും ഇന്ന് ഫ്രിഡ്ജ് ഒതുക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല മക്കളെ. ആ ഒരു കപ്പിൻ്റെ ഇത് 4 ബോക്സ് ശരിയാക്കുമ്പോഴേക്കും പിള്ളേർസ് എത്തി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി അവിടെ കിടക്കട്ടെ. അപ്പം നമ്മളെപ്പോഴും ഞാനെപ്പോഴും പറയും, കുറേ പേര് പറയും നിങ്ങൾക്ക് എന്താ കുട്ടികളെ നോക്കാൻ മടിയാണോ, അല്ലെങ്കിൽ കുട്ടികളെ എപ്പോഴും പറയണോ. ഞാൻ വേറൊന്നും കുട്ടികളെ ഒന്നും പറയില്ല. അവർ വരുമ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ പണികളും ഇട്ടെറിഞ്ഞ് അവരുടെ പിന്നാലെ നിൽക്കണം. കാരണം അവരുടെ പ്രായം അതാണ്. അപ്പം അവരുള്ളത് കൊണ്ടാണ് എനിക്ക് കാര്യങ്ങളൊന്നും മുഴുവിപ്പിക്കാൻ പറ്റാത്തതെന്നാണ് ഞാൻ പലപ്പോഴും പറയാറ്. പിന്നെ ഇത് പല രീതിയിൽ വളച്ചൊടിച്ച് പറയുന്നവരാണല്ലോ നമ്മളുടെ ഈ നെഗറ്റീവ് കമൻസ് ഇടുക എന്ന് പറയുന്നവർ. അപ്പോൾ അങ്ങനെ
അത് പിന്നെ അവരങ്ങനെ തുടർന്നോട്ടെ, നമുക്കതൊരു സന്തോഷമാണ്. നമ്മളുടെ വീഡിയോൻ്റെ അടിയിൽ കമൻസ് ഇടുമ്പോൾ അത് വായിക്കുക എന്നുള്ളതാണ് നമുക്ക്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യാനൊന്നും ഉണ്ടാവില്ല. തിരിച്ച് അവരെന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനും എടുക്കാനും ഒക്കെ എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ ചില നല്ല രസമുള്ള കമൻസൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, പേരടക്കം. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും എനിക്കൊരു ദിവസം ഒന്നും എടുക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അതെല്ലാ കമൻസും കൂടി ഇട്ടിട്ട് നമുക്കൊരു കണ്ടൻ്റ് ആക്കിയിട്ട് അതിൻ്റെ ഓരോരുത്തരെയും എനിക്ക് നന്നായിട്ടറിയാം. കമൻ്റ് ഇടുന്ന ഓരോ വ്യക്തികളെയും അവരൊക്കെ ഫേക്ക് ഐ ഡിയിലാണ് ഇടുന്നത് എങ്കിൽ പോലും എനിക്ക് അവരെയൊക്കെ അറിയാം. അപ്പോൾ ഒരു ദിവസം നമുക്ക് മൊത്തത്തിലിരുന്നിട്ട് നമുക്ക് ആ കമൻസൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ. നല്ല കോമഡി കമൻസാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് വായിക്കണം. അപ്പോൾ അങ്ങനെ ഉച്ചയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാനീ പറഞ്ഞോണം വളരെ കുറവ് ചോറാണ് കഴിച്ചത്. മീൻ വറുത്തതുണ്ടായിരുന്നു, അപ്പോൾ അതും ഉപ്പേരിയൊക്കെ കൂട്ടി ഞാൻ എൻ്റെ വയറ് നിറച്ചു കേട്ടോ. ഇത് നമ്മുടെ പാച്ചുവിൻ്റെ ഫ്രൈഡ് റൈസാണ്. ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനത്തെ റൈസാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇത് ബീഫ് കീമയാക്കിയിട്ട് അങ്ങനെ എന്തൊക്കെയോ ഡിമ്പിൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ചോറ് മാറ്റി വെച്ചതാണ് നമുക്ക് നാളേക്കുള്ള ഒരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചോറും കൂടി കൂട്ടി അരയ്ക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിന് അരി ഞാൻ കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചോ ഇല്ലേ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾ പാത്രങ്ങളൊക്കെ കഴുകി. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കനാണെന്ന് വിചാരിച്ചിട്ടാണ് മക്കളെ ഞാൻ എടുത്തിട്ടത്. ഇത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ അരി കഴുകി വെച്ചു എന്ന്, അതാണ്. അപ്പോൾ ഞാൻ ചിക്കനാണ്, ബോൺലെസ് ചിക്കനാണെന്നുള്ള ധാരണയിലാണ് ഞാനൊരു ബോക്സ് എടുത്തിട്ട് വെള്ളത്തിലിട്ടത്. കാരണം ഞാനല്ലല്ലോ ഒതുക്കിയത്, കുട്ടികളായതുകൊണ്ട് തന്നെ എനിക്ക് അറിയണില്ല ഏത് ബോക്സിൽ എന്താ ഉള്ളതെന്ന്. പക്ഷേ അത് നോക്കിയപ്പോൾ മറ്റേ ബോട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും വെള്ളത്തിലിട്ടാലും ഇനി തിരിച്ച് വെക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ പറയാറില്ലേ, ഞാൻ കുറേശ്ശെ ഫുഡ് കഴിക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് മറ്റേ കൊച്ച് ബട്ടറിൻ്റെ ക്യൂബ്സ് വാങ്ങിയേക്കാം. അപ്പോൾ അത് കഴിച്ചിട്ട് ഞാൻ മറ്റേ ഓർണമെൻറ്റ്സിൻ്റെ സംഭവം ഇട്ടുണ്ട്, അതൊന്ന് കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പതക്കാണ് കേട്ടോ. കണ്ടമാനം പേര് എനിക്ക് തോന്നുന്നു ഓണത്തിൻ്റെ സമയമായതുകൊണ്ടായിരിക്കാം കുറേ പേര് പതക്കം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് പതക്കം കാണിക്കാം നിങ്ങൾക്കെന്ന്. അപ്പോൾ ഇതാണ് നമ്മളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ലോക്കറ്റ് കേട്ടോ, പതക്കത്തിൻ്റെ ഏറ്റവും വലിയ ലോക്കറ്റ്. നിങ്ങൾക്കിത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കയ്യിൻ്റെ വെള്ളയിൽ വെച്ചിട്ട് കൈപ്പടത്തിൽ വെച്ചിട്ട് എടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സൈസ് അറിയാം. കമ്മൽ ഇങ്ങനെയാണ് വരുന്നത്, നല്ല വലുപ്പത്തിലാണ് വരുന്നത്, കാരണം ഈ ലോക്കറ്റിനോട് ചേർന്ന് പോകണമല്ലോ. അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാനിത് കയ്യിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എത്ര വലുപ്പമുണ്ട് എന്നുള്ളത്. കണ്ടോ, ഇത് കാണുന്നില്ല അല്ലേ, കണ്ടോ ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൻ്റെ ഫുള്ളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേശ്ശെ വീണ് കിടക്കണമെന്ന് ഒഴിച്ചാൽ കേട്ടോ. ഞാൻ കൈ നല്ലോണം നിർത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഞാനിടാം, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ 2 കളറാണ് ഇപ്പം നമ്മളുടെ കയ്യിൽ സ്റ്റോക്കുള്ളത്. പക്ഷേ വേണമെന്ന് വെച്ചാൽ കളറുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും, ഇഷ്ടംപോലെ കാരണം കുറേയൊന്നും ഇല്ല കേട്ടോ. ഗ്രീന്, പിന്നെ എന്തിട്ടാണ് റൂബി അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതും അതിൻ്റെ തന്നെ വലിയ ഇതാണ്. ഇതിൻ്റെ തന്നെ കമ്മലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളതിൽ സ്റ്റോക്കുള്ളത് ഈ 2 കളറാണ്. അതിൽ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് വൈറ്റാണ്, കാരണം എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ പോകാമല്ലോ. അപ്പോൾ ഇതും ഇതിൻ്റെ സെയിം കമ്മലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തപ്പി എടുത്തിട്ടില്ല, ഞാനത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ കണ്ടു, ഇതാണ് ഇതിൻ്റെ കമ്മൽ. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ ചിലവർക്ക് ഉണ്ടാവും ലോക്കറ്റ് വലുതായാലും കമ്മൽ ചെറുത് ഉള്ളവരുണ്ടാവും, ഇഷ്ടമുള്ളവരുണ്ടാവും. എല്ലാവരും വലിയ കമ്മലിടണമെന്നില്ലല്ലോ. ഇപ്പോൾ ഞാനായാലും ഇപ്പോൾ ഇത്രയും വലിയ ലോക്കറ്റ് ഇടും, പക്ഷേ ഇത്രയും വലിയ കമ്മൽ യൂസ് ചെയ്യില്ല. പക്ഷേ ചിലർ വലിയത് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഇതുപോലെ ചെറിയ കമ്മലുകളും ഇങ്ങനെ ലോക്കറ്റിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് പോലെ നമ്മളാണ് ചെയ്യണത്. ഇതിന് ഏത് വേണം, അല്ല ഇതിന് ഓൾട്ടർനേറ്റീവ് കളർ വേണം, അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനാണ്. അപ്പോൾ ഇതുപോലെ ചെറുത് മതിയെങ്കിൽ ഇങ്ങനെ ചെറുതെടുക്കാം. ഇനി ഇതിൻ്റെ തന്നെ ഇതിന് വലിയത് വേണമെങ്കിൽ ഇതുപോലത്തെ വലിയ കമ്മൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ പതക്കം. നമ്മുടെ കയ്യിലുള്ളതിലേക്ക് ഏറ്റവും വലുത് ഇതാണ്. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞു തന്നില്ലേ, അതാണ് കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം നമ്മൾ ഫോട്ടോയിൽ എത്രത്തോളം അറിയുമെന്നുള്ളത് അറിയില്ല. ചിലർ പറയും ഫോട്ടോയിലുള്ള അത്ര വലിപ്പമില്ല, ചിലർ പറയും അതിനേക്കാളും വലിപ്പം കൂടിയെന്ന്. അപ്പോൾ ഇതിങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വെച്ച് നോക്കിയിട്ട് ഏകദേശം അറിയാം കണ്ടോ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്.
അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഞാൻ വെള്ളയും കൂടി വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, സെയിം ആണ് വെള്ള. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ വെള്ളയ്ക്ക് കുറച്ചും കൂടിയും വലിപ്പം കൂടുതലുണ്ടോ എന്ന് ഫീൽ ചെയ്യും. അതിപ്പോൾ നമ്മൾ വൈറ്റ് ഡ്രസ്സ് ഇടുമ്പോൾ തടി കൂടുന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ ഉള്ളൂ കേട്ടോ. അതാണ് കണ്ടോ, ഇത് ഭയങ്കര സൈസ് ഫീൽ ചെയ്യും. സെയിം ആണ് രണ്ടും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സംഭവം. ശരിക്കുള്ള രൂപം വരുന്നത് ഇങ്ങനെയാണ്. കണ്ടോ എന്താ ഭംഗി നോക്കിയേ. ഇതൊരു നല്ല നീളമുള്ളൊരു നൂലുമ അല്ലെങ്കിൽ ഒരു മാലയും ഇട്ടിട്ട് അതിൻ്റെ ചെറിയ കമ്മലും ഒരു വൈറ്റോ അല്ലെങ്കിൽ ഗോൾഡനോ വളയും ഒരു കുഞ്ഞു മോതിരം ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. കണ്ടോ, ഇതാണ് ഏറ്റവും വലിയത് കേട്ടോ. ഇനി ചെറിയ ചെറിയ സൈസുകൾ കാണിക്കാം. ഇതാണ് അടുത്തൊരു സൈസ് വരുന്നത്. അതിൻ്റെ നേരെ താഴെയെന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും ചെറുത് ആയിട്ടുള്ള സൈസാണിത്. ഇതുണ്ടോ, ഇത് ബ്ലാക്കാണ്. ഇതിനും ഈ പറഞ്ഞ പോലെ കമ്മലുണ്ട്. കമ്മലൊക്കെ നമ്മളുടെ ചോയ്സ് അനുസരിച്ച് ചെറുത് വേണോ വലുത് വേണോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതനുസരിച്ച് ഞാൻ കാണിക്കും. ഇപ്പോൾ കമ്മൽ കാണിക്കും, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങളിത് ഇങ്ങനെ നോക്കിയാൽ അറിയാം. ഞാനിപ്പോൾ കൈമ വേണമെങ്കിൽ വെച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സൈസ് കിട്ടും. ഇതാണ്ടോ, ഞാൻ എൻ്റെ രണ്ടാമത്തെ വിരലിൻ്റെ ഇടയിലേക്കാണ് ഇതിൻ്റെ കൊളുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം കണക്ക് കൂട്ടാം. കണ്ടോ, ഇത്രയ്ക്കാണ് ഇതിൻ്റെ സൈസ്. കുറേ വലുതല്ല എന്നാൽ കുറേ ചെറുതുമല്ല, ഒരു മീഡിയം ഇതിനേക്കാളും കുറച്ചും കൂടി സൈസ് ഇടയിലെന്ന് പറയും. ഇപ്പോൾ ഒരു 4 സൈസ് എടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ സൈസ്, ചെറുതിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഒരു മൂന്നാമത്തെ സൈസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതും നല്ല ഭംഗിയുള്ളതാണ്. ഒരു സാധാരണ വലിപ്പമുള്ള ഒരു പതക്കം. ഇനി ഇത് വെള്ള തന്നെ ചെറിയ പതക്കം. എന്നാൽ ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച ബ്ലാക്കിനേക്കാളും ഒരു പൊടി വലിപ്പം കുറവ്. അതുപോലെ സ്റ്റോൺസിലും വ്യത്യാസമുണ്ട്. മറ്റേതിൽ അടുക്കടുക്കടുക്കായിട്ടുള്ള സ്റ്റോൺസ് ആണെങ്കിൽ ഇത് കുറച്ചുകൂടി വലിപ്പത്തിൽ അകന്നിട്ടുള്ള സ്റ്റോൺസാണ്. രണ്ടും കാണാൻ രണ്ട് ഭംഗിയാണ്, രണ്ടിനും അതിൻ്റേതായ ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇതാണ് ഞാൻ അടുപ്പിച്ചുള്ള സ്റ്റോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെള്ളയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് വെള്ളയുടെ സ്റ്റോൺസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര വലിപ്പം കൂടുതലാണ്. ഇല്ല, അത് വെള്ള ആയതുകൊണ്ടാണ് കേട്ടോ. സ്റ്റോൺ ഇപ്പോൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റായിരിക്കും, പക്ഷേ ഇത് കുറച്ചുകൂടി ചെറുതും വേറൊരു പാറ്റേൺ ആണ്. ഇതിൻ്റെ ചെറുതാണ് കേട്ടോ. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ വലിപ്പം. വളരെ ചെറുതല്ല കേട്ടോ, ചെറുതാണ്, മീഡിയം സൈസാണ്. ഇതിനെ മീഡിയം സൈസ് എന്ന് പറയാം കേട്ടോ. ഇത് മീഡിയത്തിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ 4 സൈസ് ഉണ്ട്. അതിലത്തെ ഇതാണ് 2-മൻ, ഇത് 3-മൻ, ഏറ്റവും വലുത് കണ്ടത് 4-മൻ. അപ്പോൾ ഇതിനും 3-മൻ്റെ സ്ഥാനം കൊടുക്കാം കേട്ടോ നമുക്ക്. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിലേ എനിക്ക് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ റൂബിയാണ്. ഇതിൻ്റെ തന്നെ കമ്മലും ഉണ്ട് കണ്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ പറഞ്ഞാൽ നമുക്കത് പ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ച, ഇത് ചെറിയ പതക്കം കണ്ടോ. ഇതിനേക്കാളും കുഞ്ഞിതുണ്ട് കേട്ടോ. എന്നാലും ഇതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിലേക്ക് ചെറിയ പതക്കം കണ്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും ഈ തലയ്ക്ക് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും കണ്ടോ. ഓരോന്നിൻ്റെയും ഇത് ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. ഇതുമ്മ സ്റ്റോൺസ് ഇത്തിരി കൂടുതലുണ്ട്. ഇതനുസരിച്ച് സ്റ്റോണിൻ്റെ എണ്ണം കുറവാണ്. ഇതിന് തലയിലൊരു കണ്ടോ ഒരു മുട്ടും സംഭവമൊക്കെ ഉണ്ട്. സോറി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടി പതക്കങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചു. ഇതിലിപ്പോൾ റൂബി വൈറ്റ് ഉണ്ടാവും, വൈറ്റ് അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള കളറുകളും ഉണ്ടാവും. എന്ന് വെച്ചിട്ട് എല്ലാ കളേഴ്സും മിക്സ് ചെയ്തത് ഉണ്ടാവില്ല കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും പറയണം, എൻ്റെ കയ്യിൽ ഉള്ള സ്റ്റോക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന പ്രകാരം കളർ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. ഇത് നിങ്ങളിങ്ങനെ അടുത്തടുത്ത് ഇരിക്കുന്ന കാണുമ്പോൾ ഇത് കമ്മലാണെന്ന് തെറ്റിദ്ധരിക്കും. കമ്മലല്ല, ഇത് നോർമൽ ലോക്കറ്റ്. അതായത് ഇപ്പം എല്ലാവർക്കും ഈ പതക്കത്തിനൊക്കെ ട്രഡീഷണൽ ഓർണമെൻറ്റ്സിന് സാധാരണ ലോക്കറ്റുകളിൽ വെച്ച് വില കൂടുതലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അത്രയും വിലയിൽ ഇടാൻ പറ്റില്ല. എന്നാൽ നമ്മൾക്ക് പതക്കം വേണാനും അതുപോലെ കുട്ടികൾക്ക് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു പതക്കമാണ് ഇത്. അതായത് പെട്ടെന്ന് കണ്ട പതക്കാന്ന് തോന്നും, പക്ഷേ ഇത് അതിൻ്റെ ഒരു ഡിസൈനല്ല. പെട്ടെന്ന് കാണുമ്പോൾ അതാണെങ്കിലും ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. ഇത് വെറും പ്ലെയിനാണ്, അടച്ച് കെട്ടിയിട്ട് വെറുതെ ഒരു സൂത്രത്തിന് പെട്ടെന്ന് കണ്ടാൽ തോന്നും അത് പതക്കാന്ന്, ഒരു കൊച്ചു കൊളുത്തായിട്ട്. അല്ലാണ്ട് ബാക്കിലല്ല. മറ്റേതിനൊക്കെ അറിയാലോ ബാക്കിലാണ് ഇങ്ങനെ കൊളുത്ത് വരിക. ഇതിന് സാധാരണ ലോക്കറ്റ് ഇടുന്ന പോലത്തെ കണ്ട ഒരു വട്ടക്കണ്ണിയാണ് അതുമ്മ വരുന്നത്. ഇതൊക്കെ അതാണ്. അതായത് ഇത് ആദ്യം വരുന്നത് ഗോൾഡൻ കളർ, അതായത് പെട്ടെന്ന് കണ്ടാൽ കല്ലില്ല, ഗോൾഡൻ ഫുൾ ഗോൾഡാന്ന് വിചാരിക്കും.
പിന്നത്തത് വരുന്നത് പച്ച. ഞാൻ വീണ്ടും പറയുന്നത് കമ്മലല്ല, ലോക്കറ്റുകളാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചു എന്നുള്ളൂ. ഇത് ഒരു റെഡിഷ് കളർ, മെറൂൺ കളറാണ്. പിന്നെ ഇത് ഞാൻ ഈ പറഞ്ഞ ഈ ഗോൾഡിൻ്റെ ഇത്, പിന്നെ റൂബി, ബ്ലാക്ക്, പിന്നെ ഇത് നല്ല റെഡ്, പിന്നെ വൈറ്റ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഗോൾഡിൻ്റെ കളറും. ഇതാണ് നമ്മളുടെ കയ്യിൽ ഈ വില കുറഞ്ഞ പാറ്റേണിലുള്ള മറ്റേ പതക്കം കേട്ടോ. ഇതിനെ ശരിക്കും ലോക്കറ്റാണ്, പതക്കം എന്ന് പറയില്ല, എന്നാലും പതക്കത്തിൻ്റെ ഡിസൈനുള്ള ലോക്കറ്റ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ട കമ്മൽ, പതക്കത്തിൻ്റെയൊക്കെ സെറ്റ് കമ്മലാണ്. അപ്പോൾ സാധാരണ ആര് പതക്കം എടുത്താലും ഒപ്പം കമ്മൽ കൊടുക്കും കേട്ടോ. കാരണം അതാണ് അതിൻ്റെ ഒരു ഭംഗി. നല്ല നൂല് പോലത്തെ മാല അല്ലെങ്കിൽ ഉർവശി മാലയുമൊക്കെ ഈ പതക്കം കിടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ അതേ നമ്മളുടെ റൂബിയാണ് ഉണ്ടോ. ഇത് റൂബിയാണ്. എന്നാൽ ഇത് ഒരു തരം പിങ്ക് കളറാണ് ഉണ്ടോ. രണ്ട് സ്റ്റൈല്. ഇത് അടച്ച് കെട്ടിയ പോലെയാണ് ഉണ്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുക. ഇതിൻ്റെയാണ് നമ്മളുടെ ഇപ്പോൾ ആ വള വന്നിട്ടുള്ളത്. കറക്റ്റ് റൂബിയുടെ ഇതുപോലെയുള്ള സ്റ്റോൺസ് ആയിട്ടുള്ള ബാംഗിൾസ്, ക്ലിപ്പ് ബാംഗിൾസ് വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് വൈറ്റ്. ഇത് രണ്ടുമാണ് ഇത്തിരി വലിപ്പമുള്ളത് കേട്ടോ, രണ്ടെണ്ണം. പിന്നെ ഈ മജന്തയും അത്യാവശ്യം വലിപ്പമുണ്ട്. ഇത് മൂന്നുമാണ് ഒരു വലിപ്പമുള്ള പാറ്റേൺ ഉള്ളത്. പിന്നെ ഇത് ദേ പച്ച. അതിൻ്റെ നേരെ താഴെ നിങ്ങൾക്ക് സ്റ്റോൺസിൻ്റെ വലിപ്പം നോക്കിയാൽ, എണ്ണം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കണ്ടോ. എണ്ണക്കുറവ് കണ്ടോ. അങ്ങനെ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ കമ്മലിൻ്റെ വലിപ്പം ഏകദേശം മനസ്സിലാവുക കേട്ടോ. അപ്പോൾ ഇത് മെറൂണ്, ഇത് ഗ്രീന്, ഇത് ബ്ലാക്ക് കണ്ടോ. ഇനിയിപ്പോൾ ഇതിൽ വൈറ്റ്, ഏത് കളർ വേണമെങ്കിലും ഉണ്ട്. മൾട്ടി കളർ ഉണ്ട്. മൾട്ടി കളർ എന്ന് പറഞ്ഞാൽ കുറേ മിക്സിങ് അല്ല, റൂബിയും വൈറ്റും മിക്സ് ചെയ്തിട്ടുള്ള കളറും ഉണ്ട്. അപ്പോൾ ഞാൻ പറ്റിയെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഇതിനകത്ത് ഇടാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കളറുകൾ പതക്കം വരാറ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ആവശ്യം നീല വരാറുണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി. നീല വരാറുണ്ട്, ഇളം നീല, നല്ല എന്താ പറയുക, എന്ത് നീല എന്ന് പറയുക, ഹാപ്പി ബ്ലൂ എന്നൊക്കെ പറയില്ലേ, ആ ബ്ലൂവും വരാറുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണത്. അപ്പോൾ ഇന്നത്തെ പതക്കത്തിനെ പറ്റിയിട്ടുള്ള കമ്മലുകളും ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. പറഞ്ഞില്ലേ, ഒക്കെ പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ആണ്. ഇങ്ങനെ നമ്മളുടെ ഗോൾഡ് പോലെ തന്നെ ശങ്കീരിയാണ് കണ്ടോ. നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ ആ ലോക്കറ്റ്, ഇതിൻ്റെ ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. അതാണ് മറ്റേത് വെറുതെ ഒരു പേരിന്, ഇത് ശരിക്കുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ലോക്കറ്റ് വലുതിൻ്റെ ബാക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ല ഞാൻ തോന്നുന്നുണ്ട് അല്ലേ. ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ. അത് ഇതാണ് ചെറിയ ലോക്കറ്റിൻ്റെ ബാക്ക് വശം. പിന്നെ ഇതാണ് നമ്മളുടെ വലിയ ലോക്കറ്റിൻ്റെ ബാക്ക് വശം കണ്ടോ. ഇത് രണ്ടും മനസ്സിലാവണില്ലേ നിങ്ങൾക്ക് കണ്ടോ. ഇതാണ് പ്രത്യേകത. ഇത് വെറുതെ നമ്മൾ എന്താ പറയുക, ഒരു പേരിന് വേണ്ടിയിട്ട് ഒരു സംഭവമാണ് ഇങ്ങനെ കൊളുത്തായിട്ട്. ഇതങ്ങനെയല്ല, ഇത് ശരിക്കും കണ്ടോ നൂലുമ കോർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇനിയിപ്പോൾ കൊളുത്താണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊളുത്തിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കറക്റ്റായിട്ട് കിടന്നോളൂ കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ മറ്റേ പതക്കത്തിൻ്റെ സംഭവങ്ങൾ. ഇനി ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ അതേ ആ ഗ്യാപ്പിൽ നമ്മളുടെ ബോട്ട് ഇട്ടുണ്ടായിരുന്നത് ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സമയം എത്രയും നോക്കിയേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വശത്ത് ചായ വയ്ക്കാം, ഒരു വശത്ത് മറ്റേ ബോട്ടിയുടെ സംഭവങ്ങൾ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ആദ്യം ചായക്ക് വെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ ചായക്ക് ഞാൻ പതിവ് പോലെ ചെമ്പരത്തിയുടെ ചായയാണ് വെച്ചത്. അപ്പോൾ അത് കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് കാണിക്കണത് കേട്ടോ. ഇതും ചെമ്പരത്തിയുടെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതില്ലേ എന്തുട്ടാണ് വെള്ളം രാത്രി വെക്കുന്ന സംഭവം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അതാണ് ഞാൻ എപ്പോഴെപ്പോഴും, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാ എപ്പോഴെപ്പോഴും ഇങ്ങനെ കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനതങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് തിളച്ചിട്ട് ഞാൻ ചായ ആക്കിയിട്ട് ഒരു ഗ്ലാസ് എനിക്കും ഒരു ഗ്ലാസ് ഡാഡിക്കുള്ളതും അങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഒരൊറ്റ പീസ് ബ്രെഡും ബട്ടറും കൂടിയിട്ട് അത് കഴിച്ചു. അതാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഓർണമെൻറ്റ്സിൻ്റെ ഇത് റെക്കോർഡ് ചെയ്യാൻ പോയത്. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഈ ബോട്ടിയുടെ സംഭവത്തിന് നിന്നത് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, അത് ആ സമയം കൊണ്ട് ഇത് ഇവിടെ അലിഞ്ഞു എന്നുള്ളത്. അങ്ങനെ ഞാനപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ ചൂടുവെള്ളത്തിലാണ് ഈ ബോക്സ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് അലിയില്ലല്ലോ അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഇട്ട് കുറച്ച് ഇഞ്ചി, വേപ്പില, പച്ചമുളക്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇട്ട് മിക്സ് ചെയ്തു. അപ്പം നല്ലോണം കഴുകിയിട്ട് വാല വെച്ച് ഫ്രിഡ്ജിൽ വെച്ച ഇറച്ചിയായിരുന്നു.
എന്നാലും നമ്മളിപ്പോൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് 2-3 വട്ടം കൂടി കഴുകിയപ്പോൾ നല്ല ഒരു ഇതായി. അപ്പോൾ ഞാൻ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് അത് ഊറ്റിയെടുത്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, വെറുതെ ഉപ്പ് മാത്രം തിരുമ്പി കഴുകുക ചെയ്തത്, ഒന്നിച്ച് വേവിക്കാമല്ലോ എന്നുള്ള ഇതിലേട്ടോ. സത്യത്തിൽ ഞാൻ മറന്നു പോയതാണ്. കാരണം സാധാരണ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊണ്ടുവന്ന വഴിക്ക് അങ്ങനെയാണ് ഫ്രിഡ്ജിൽ വെക്കാറ്. ഇതിപ്പോൾ കുട്ടികളാണ് കഴുകി ഫ്രിഡ്ജിൽ വെച്ചത്, അതുകൊണ്ട് തന്നെ ഞാനത് മറന്നുപോയി. അപ്പോൾ ഞാൻ ചോദിച്ചു വേണ്ട ഇനി ഒന്നിച്ച് അങ്ങോട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇഞ്ചി, വേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ എന്തുട്ടാണ് നമ്മുടെ മസാലപ്പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇതങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ കൈ കൊണ്ടൊന്ന് പിടിക്കണം. അങ്ങനെയാണ് പണ്ടുള്ളവരൊക്കെ ചെയ്യുക. അപ്പോൾ എനിക്ക് അതൊരു മണത്തിനൊരു ചെറിയൊരു കുറവ്. അപ്പോഴാണ് ഓർമ്മ വന്നത് കുരുമുളക് ഇട്ടിട്ടില്ല എന്നുള്ളത്. നമ്മളിതിങ്ങനെ മസാല പുരട്ടുമ്പോൾ തന്നെ അതിൻ്റെ ആ മണം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയോ കുറവുണ്ടല്ലോ എന്ന്. നമ്മൾ ഇന്നസെൻറ്റ് നമ്മുടെ പുലുവാൽ കല്യാണത്തിൽ പറയണ പോലെ ശരിയാണ് ആ പറയണത് കേട്ടോ. നമ്മൾ സ്ഥിരം വെക്കുന്ന സംഭവത്തിന് ആ മണത്തിൻ്റെ വ്യത്യാസം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ ഒന്ന് കുറവുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേഗം അത് വേവിക്കാനായിട്ട് അപ്പുറത്ത് വെച്ചു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഡിവൈൻ ഉറക്കമില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം മോളിൽ നിന്ന് ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു തോമുവിൻ്റെ മുടി വെട്ടണത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, സർപ്രൈസ് ആയിട്ട് തോമുവിനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ സമയം 5:30 അപ്പോഴേക്കും ഡാഡി സാധനങ്ങളായിട്ട് വന്നു. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ എൻ്റെ പണി ഇതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ആൻറ്റിക്ക് റെസ്റ്റ് ഇല്ലെന്ന്. എനിക്കിഷ്ടം പോലെ സമയം റെസ്റ്റ് ചെയ്യാൻ കിട്ടും. പക്ഷെ അത് അപ്പോഴും ഇപ്പോഴാന്ന് മാത്രം, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു സമയമില്ല. പിന്നെ ഈ ഉച്ച നേരത്ത് ഞാൻ കിടന്നു കഴിഞ്ഞാലുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ദിവസം മുഴുവൻ പോണ പോലെ. അപ്പോൾ ഡാഡി വന്നപ്പോൾ പഴം, പേരയ്ക്ക, പാല്, എങ്ങനെ എന്താ പറയുക, കണ്ടമാനം സാധനങ്ങളായിട്ട് എപ്പോൾ പുറത്ത് പോയിട്ട് വന്നാലും നിറച്ച് സാധനങ്ങളും കൂടിയിട്ടാണ് വരിക. പക്ഷേ ഫ്രിഡ്ജിൽ ഈ പറഞ്ഞ പോലെ ഒക്കെ അവിടെ ഇവിടെ ഇരിക്കണ കാരണം ഒരു ഒതുക്കല്ലാണ്ടായി. ഇപ്പോൾ ഈ 2 ദിവസം കൊണ്ട് ഉണ്ടായ സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഒതുക്കാൻ നിന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒതുക്കാൻ നിന്നപ്പോഴേക്കും കുട്ടികൾ വന്നു, പിന്നെ ഇനി രക്ഷയില്ല. അപ്പോൾ വൈകുന്നേരം ഒതുക്കാമെന്ന് വെച്ചപ്പോൾ വൈകുന്നേരവും നടന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ആവാം, അല്ലെങ്കിൽ സൗകര്യം പോലെ എപ്പോഴെങ്കിലും ആവും. ഓരോ കള്ളി ഒതുക്കല്ലേ വേണ്ടു. അങ്ങനെ നമ്മുടെ ബോട്ടിക്കുട്ടൻ ഉഷാറായിട്ട് വെന്ത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ചായ ഞാൻ ഇപ്പുറത്ത് അതുപോലെ എടുത്തു വെച്ചു. പിന്നെ ബോട്ടി വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു പട്ടികൾക്കുള്ള ഫുഡും കൂടിയും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ പണി കഴിഞ്ഞു. പിന്നെ രാത്രിയിലത്തെ പരിപാടികൾ കുട്ടികൾ നോക്കിയോളും. അപ്പോൾ ബോട്ടി ശരിക്കും പറഞ്ഞാൽ ഇന്നേക്ക് ആവശ്യമില്ല, എന്നാലും ഞാൻ വെള്ളത്തിലിട്ടെടുത്ത കാരണം ഇനി തിരിച്ച് ഫ്രീസറിൽ വെക്കണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു വേവിച്ചിട്ട് ഫ്രിഡ്ജിലാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ വെള്ളിയാഴ്ചയാണ്, മറ്റന്നാൾ നമുക്കതെടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാമല്ലോ. ഞാനും ഡോണും മാത്രമേ കഴിക്കുള്ളൂ, വേറെ ആരും കഴിക്കില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ചായക്ക് വെള്ളം വെച്ചു. ഡാഡി വന്നുല്ലോ. അപ്പോൾ ചായക്ക് ഞാൻ സാധാരണ ചായ വയ്ക്കുക, ചായയിൽ ഏലക്കാപ്പൊടി ഇടും. ഏലക്ക ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് എടുത്തിടും, പിന്നെ പഞ്ചസാര ഇടും, പിന്നെ കുറച്ച് ചുക്കുപൊടി ഇടും. സാധാരണ ഇഞ്ചി ചതച്ചിടുന്നവരാണ്, പക്ഷേ ഞാനത് സ്ഥിരം ചുക്കുപൊടിയാണ്. എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ഞാൻ സ്ഥിരം വെക്കുന്ന ചായയാണ് കേട്ടോ. അതായത് വെള്ളത്തിൽ ഇത്തിരി ഏലക്കയുടെ പൊടി കുറച്ച്, ഒന്നുകിൽ ഏലക്ക ചതച്ചിടുന്നേക്കാളും നല്ലത് കുറച്ച് പഞ്ചസാര ഇട്ടൊന്ന് ക്രഷ് ചെയ്തിടുക. അപ്പോൾ മറ്റേ തോടടക്കണ്ടാവും, അതവിടെ കിടന്ന് തിളയ്ക്കുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ അതും ചുക്കുപൊടിയും പഞ്ചസാരയും കൂടി ഇട്ട് വെള്ളം വെട്ടി തിളപ്പിക്കും. ആ വെട്ടി തിളയ്ക്കുന്നതിൽ ഞാൻ ചായപ്പൊടി ഇടും. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ചായപ്പൊടിയുടെ ഉള്ളിലും ഏലക്കായ കുറച്ച് അതിൽ പെറുക്കിയിടും. പക്ഷേ ആ ഏലക്കായ ഞാൻ ചായയിലിടില്ല കേട്ടോ, മുഴുവനോടെ ഞാൻ ഇടില്ല. അങ്ങനെ ആ ചായ വെട്ടി തിളയ്ക്കുമ്പോഴാണ് ഞാൻ ഗുഡ് ലൈഫ് ആണെങ്കിൽ മാത്രമാണ് നേരിട്ട് ചായയിലേക്ക് ഒഴിക്കുക. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പാല് കാച്ചിയത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ വെള്ളത്തിനോട് കൂടിയിട്ട് ഞാൻ പാല് തിളപ്പിച്ചിട്ടാണ് ചായപ്പൊടി ഇടുക കേട്ടോ. ഇതിപ്പോൾ ഗുഡ് ലൈഫ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ലാസ്റ്റ് ഒഴിക്കുന്നത്. ചിലർ ഗുഡ് ലൈഫിലേക്കാണ് ചായ അരിച്ചൊഴിക്കുക, പക്ഷേ പെട്ടെന്ന് ചൂടാറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത ചായ ആവാറുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാവാറുമുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് നമ്മളുടെ ചായയുടെ സംഭവം. അപ്പോൾ ആ ചായ ഒന്ന് തിളയ്ക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പുറത്ത് ഇറച്ചിക്ക് വെള്ളം തിളയ്ക്കുമ്പോൾ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇറച്ചി വേവിക്കുമ്പോൾ നമ്മളുടെ ഇറച്ചി വേവിക്കണ ഒരു മണമല്ല, മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ട് വേവിക്കുമ്പോൾ വേറൊരു മണമാണ് വരിക. അപ്പോൾ കുട്ടികൾക്ക് ഇനി അത് ഇഷ്ടപ്പെടേണ്ട വെച്ചിട്ട്, അതുപോലെ ചായയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ആവി പോലും പാടില്ല എന്ന് വെച്ചിട്ട് ഞാൻ ചായ ഓക്കെ ആയതിന് ശേഷം ഞാൻ അപ്പുറത്ത് ഇറച്ചി ഇടുള്ളൂ കേട്ടോ. അതുപോലെ എക്സോസ് ഇട്ടിട്ടാണ് ഞാൻ പട്ടിയുടെ ഇറച്ചി വേവിക്കുക. കുട്ടികളാരും ഇല്ലാത്തപ്പോഴാണ് ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും എന്തിനാ എന്ന് വിചാരിച്ചിട്ട്, കാരണം ഞാൻ ഇതിൻ്റെ അവരുടെ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അതിനൊരു വേറൊരു രണ്ടാമതൊരു ഇത് വരരുതെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ചായ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മറ്റേ അപ്പുറത്ത് ഇറച്ചിയിടാൻ, അപ്പുറത്ത് തിളച്ചുകൊണ്ടിരിക്കുക.
അപ്പോൾ ഞാൻ ചില സമയത്ത് ഞാൻ ചെയ്യും കേട്ടോ. ഇതിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടിയൊക്കെ ഒന്ന് ഇട്ടിട്ട് ഇറച്ചിയിടും. അപ്പോൾ ശരിക്കും നമ്മളുടെ ബീഫ് വേവണ മണമാണ് വരിക. പിന്നെ ഞാൻ വിചാരിക്കും വെറുതെ എന്തിനാ അങ്ങനെ, കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ മസാലയും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മൾ വെള്ളം ഊറ്റി കളയണതല്ലേ. അപ്പോൾ ചില സമയത്ത് ഞാൻ അങ്ങനെ ഇടും. കുട്ടികളൊക്കെ അകത്തുണ്ടെങ്കിൽ ഞാൻ മസാലയൊക്കെ ഇട്ടിട്ടാണ് ഇറച്ചി വേവിക്കുക, അല്ലെങ്കിൽ വെറുതെ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ടാണ് വേവിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചായ വെച്ച അടുപ്പിൽ വീണ്ടും മറ്റേ കുക്കർ എടുത്ത് വെച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചൂട് അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ചൂടത്ത് ഇരുന്നിട്ട് എന്താണെന്ന് വെച്ചാൽ വെന്തോളും ഇരുന്നിട്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ അതാത് സ്ഥാനങ്ങളിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇറച്ചി ഞാനൊക്കെ വേവിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ തോമുട്ടൻ വന്നു കണ്ടോ. അവൻ്റെ മുഖം വ്യത്യാസം വന്നില്ലേ, കയറ്റി അങ്ങോട്ട് വെട്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം സമ്മതിച്ച നിലയ്ക്ക് കിട്ടി കൊടുത്ത് വെച്ച് വെട്ടാന്നുള്ളതായിരുന്നു. അപ്പോൾ കറണ്ട് ഇപ്പോഴും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കറണ്ട് വരാൻ കുറേ ലേറ്റായി. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അങ്ങനെയാണ്. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഡാഡി വരുമ്പോൾ അവിടെ ബാവൻസിൻ്റെ അവിടെ അങ്ങോട്ട് മരം വീണ് കിടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ അന്ന് കണ്ടവും തോന്നുന്നുണ്ട്, നമ്മളുടെ കേരള ടോയ്സിൽ നിന്ന് ഇവിടെ പാച്ചു പോയിട്ട് ഇഷ്ടമായിട്ട് എടുത്ത ഒരു ടോയാണ് കേട്ടോ. അത് സംഭവം ഒന്നുമില്ല, അത് ചുരുക്കുകയും വലുതാക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് തോമുവിന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ തോമു പാച്ചുവിൻ്റെ ഇത് കൊണ്ടുപോയപ്പോൾ പാച്ചു നിന്ന് കരയണതാണ് കേട്ടോ. അമ്മയോട് ഇപ്പോൾ കംപ്ലയിൻറ്റ് പറയണതാണ്. അമ്മ ബാത്റൂമിലായിരുന്നു ആ സമയത്താണ് ഇത് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ പാച്ചുവിനെ സംബന്ധിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. തോമുവിന് കളിക്കാൻ കൊടുക്കും. തോമു കുറച്ച് കഴിയുമ്പോൾ അത് പാച്ചുവിന് കൊടുക്കും. അത് അവരായിട്ട് അവർ തീർക്കും. തോമുവിനെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒരെണ്ണം കൂടി വാങ്ങിക്കണം എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കുട്ടികൾ നോക്കുക കേട്ടോ. അപ്പോൾ ഇവർ ഈ സമയത്താണ് ഇവർ കൊണ്ടുവരുന്ന ഓർണമെൻറ്റ്സ് കാണുക. ഞാനിങ്ങനെ പാക്ക് ചെയ്യാനായിട്ടും ഇതൊക്കെ എടുക്കുമ്പോഴാണ് ഇവർ കാണുക കേട്ടോ. ഇത് കണ്ടോ നമ്മളുടെ ചാക്കോച്ചൻ. ഇപ്പം ഞങ്ങളുടെ ചാക്കോച്ചൻ്റെ കൂടെ എപ്പോഴും ഒരാൾ വേണം. കാരണം അവനെങ്ങനെയാണെന്ന് വെച്ചാൽ 4 കാലുമ്പോൾ പോയിട്ട് കണ്ടേമ തൂങ്ങി നിൽക്കല പണി. അപ്പോൾ അത് കണ്ടോ, ഇവൻ നിന്നിട്ട് ഡാഡീനെ വിളിക്കുക, തമ്പാച്ചനോട് എന്തൊക്കെയോ കൈകൊണ്ടും കാലുകൊണ്ടും കാണിക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ അവൻ്റെ കാര്യം. ഇപ്പോൾ മുകളിൽ പോയാലും സിറ്റ് ഔട്ടിൽ മറ്റേ സ്ട്രോളറിൽ ഇരുന്നിട്ട് വർത്താനം, മുറ്റം കണ്ടിട്ട് ഇലകളോട് ചെടികളോട് കാറ്റ് ഇതിനോടൊക്കെ ഉള്ള ബഹളമാണ് കേട്ടോ. മുകളിൽ നിന്ന് ഇങ്ങനെ കേൾക്കാം. അപ്പോൾ ഇപ്പോൾ അവൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നല്ല രസമുള്ള പ്രായമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് ഫുൾ ടൈം ഓച്ചുവാണ് അവനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നത്. കാരണം കുറച്ച് ഓടുക, പിന്നെ കണ്ടേമ പിടിച്ച് കയറുക, പിന്നെ ഇപ്പോൾ തന്നെ നിൽക്കാൻ നോക്കുക. അപ്പോൾ വീഴണ്ടാന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഒരാൾ കൂടെയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വോക്കറിൽ ഇരുത്തി. കാരണം ഫുൾ ടൈം അങ്ങനെ നമുക്ക് അവനെ നിർത്താനും ഒന്നും പറ്റില്ല. ഇപ്പോൾ പണ്ടുള്ളവർ പറയില്ലേ കാല് വളയെന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെയാണ്. പക്ഷെ അതൊന്നുമല്ല, എപ്പോഴും നമ്മൾ ഒരാൾ പിന്നാലെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ അവരപ്പ വന്നപ്പോൾ അപ്പയുടെ ഒച്ച കേട്ടപ്പോൾ പാഞ്ഞു പോണ പോക്കാണ് ഈ കാണുന്നത് കേട്ടോ. 2 പേർക്കും അപ്പയെ വേണ്ടു. അങ്ങനെ അപ്പക്കുട്ടന്മാരാണ് 2 പേരും. അപ്പോൾ അങ്ങനെ ഡോൺ വന്ന വഴിക്ക് ജീപ്പിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. കാരണം കാലത്ത് ചാർജ് ചെയ്ത് വെച്ച് പോയിട്ട് ചാർജ് ആയിട്ടില്ല, കാരണം ഉച്ചയ്ക്ക് കറണ്ട് പോയതാണല്ലോ. അങ്ങനെ അപ്പയുടെ കൂടെയുള്ള കളികളാണ് കേട്ടോ 2 പേരും കൂടിയിട്ട്. അപ്പോൾ തോമുപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ടൈം മറ്റേ ഇതാണ് സ്പൈഡർമാനാണ് കയ്യിൽ. അവന് ഫുൾ ടൈം ഒന്നെങ്കിൽ സ്റ്റിക്കർ, അല്ലെങ്കിൽ ഒരു ടോയ്, അല്ലെങ്കിൽ ഡ്രസ്സ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഡിവൈൻ്റെ ഡിമ്പിളുടെയൊക്കെ ഇതിൽ സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് കുട്ടികളുടെ ഓട്ടവും കളിയൊക്കെ. അങ്ങനെ ഇവിടെ ഓച്ചു ചാക്കോച്ചനെ എടുത്തപ്പോൾ പാച്ചുവിനെ ഒപ്പം എടുക്കണം. കുറച്ച് നേരം എൻ്റെ ഒക്കത്തായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ മനഃപൂർവ്വം ഇടാഞ്ഞതാണ്. കാരണം 3 ആളും കൂടിയിട്ട് സ്വതവേ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടാണ്ടുന്നതാണ്. 3 ആളും കൂടി എൻ്റെ മേത്തിരുന്നിട്ട് ഞങ്ങൾ തിരിയണ ഒരു സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇനി കുട്ടികളുടെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ഇത് തന്നെ എനിക്ക് തോന്നുന്നു കമൻസ് ടേൺ ഓഫ് ആവും. കാരണം കുട്ടികളുടെ കാണിക്കുമ്പോൾ എന്തൊക്കെയോ ഇതുണ്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിവൈനിന് എപ്പോഴും അതെ മറ്റേ എന്താ പറയുക കമൻസ് ടേൺ ഓഫാണ്. പക്ഷേ ഈ കമൻസ് ഇടുന്നവരുടെ വിചാരം നമ്മൾ അവരെ പേടിച്ചിട്ട് കമൻസ് ഓഫ് ചെയ്യേണ്ടതാണ്. ഒരിക്കലും അല്ല കേട്ടോ. ഇതാണ് സംഭവം. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഇതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ അവരത് കമൻസ് ഓഫ് ചെയ്തിടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഇതാണ് തോമുവിൻ്റെ മെയിൻ പണി, ഹൈ ജമ്പ്. അപ്പോൾ ഡോൺ ചെറുപ്പത്തിൽ ഈ പറയുന്ന സ്പോർട്സിൽ നല്ല മിടുക്കനായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതായിരിക്കണം തോമുവിന് കിട്ടിയിട്ടുള്ളത്. അവൻ എപ്പോഴും ചാടും, ലോങ് ജമ്പും ഹൈ ജമ്പും ഒക്കെ. ലോങ് ജമ്പാണ് കൂടുതൽ ഇഷ്ടം, കാരണം സോഫയമൊക്കെ നിന്നിട്ട് ദൂരേക്ക് ഇങ്ങനെ ചാടണതാണ്. അങ്ങനെ 3 ആളും കൂടിയുള്ള കളിയും ബഹളവും. പാച്ചുവിനെയും തോമുവിനെയും ചാക്കോച്ചനെയും കൊണ്ട് മുകളിൽ ഉറങ്ങാൻ പോയെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി പോയി. അപ്പോൾ
ഞാൻ ഇവരുടെ കാര്യങ്ങൾ ഇന്ന് ഡാഡിയാണ് ഇവർക്ക് ഫുഡ് വെച്ച് കൊടുത്തത്. അപ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ സങ്കടം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഗുഡ് നൈറ്റ് പറയാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞതേ ഇന്ന് കണ്ടു നമ്മൾ എടുത്ത ഇറച്ചിയുടെയും മീനിൻ്റെയും ഒക്കെ ചെപ്പുകളാണ് ഒഴിവായിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചില ചെപ്പുകളൊക്കെ പൊട്ടുട്ടോ. സംഭവം ഇന്നാൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞു ഇതൊക്കെ ഡിസ്പോസിബിൾ അല്ല, ഇത് കളയേണ്ടതല്ലേന്ന്. സംഭവം ആണെങ്കിൽ പോലും നമ്മൾക്ക് ഇങ്ങനെ ഒരു ഉപയോഗം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ അതിലിട്ട് കഴിക്കുകയൊന്നുമല്ലല്ലോ ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഇന്നിപ്പോൾ ഞാൻ അരി കൊണ്ട് ഒന്ന് അരച്ചത് ഒരു പുതിയൊരു സംഭവം കണ്ടതാണ്. എങ്ങനെയുണ്ടെന്ന് അറിയില്ല. പരാജയപ്പെട്ടാൽ ഞാൻ പറയില്ല, വിജയിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ആ റെസിപ്പി പറഞ്ഞു തരാം കേട്ടോ. വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. പക്ഷേ ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇന്നെന്തോ മനസ്സിന് നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. കാരണം കുറേ പേര് നമ്മളിൽ നിന്ന് എന്താ പറയുക അകന്ന് പോയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും വീണ്ടും ഒന്നിച്ച് ചേർന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിന്ന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷം, മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തിലാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. കാരണം ചില ദിവസങ്ങളിൽ നമ്മളിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താവും നമ്മൾ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിലപ്പോൾ തൊണ്ട ഒന്ന് ഇടറും. ചില ദിവസം ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അങ്ങനെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് എനിക്ക് കേട്ടോ. അപ്പോൾ എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷം അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ അതേ പാച്ചുവിന് മാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോൾ മാങ്ങ ചെത്തി കൊടുത്തത്. അപ്പോൾ അത് പതിവില്ലാണ്ടൊരു കഷ്ണം മൂപ്പര് തിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്തുതി തന്ന് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് കുട്ടി കുറുമ്പനായിട്ട്, അപ്പോൾ ചില ദിവസം ഭയങ്കര കുറുമ്പനായിട്ടാട്ടോ വരെ, എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ചേട്ടനും അനിയനും കൂടിയുള്ള വർത്തമാനങ്ങളാണ് കേമം. ഒന്ന് ഇങ്ങോട്ട് പറയും, ഒന്ന് അങ്ങോട്ട് പറയും. രണ്ടുപേരും അതെ, കുറേ ഇംഗ്ലീഷ് പറയും, കുറേ മലയാളം പറയും, കുറേ മംഗ്ലീഷ് പറയും. അങ്ങനെയാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ്. ഞാൻ പറയും ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ശരിക്കുള്ള വർത്തമാനം കാണും. ഇപ്പോൾ തോമു ശരിക്കും സെൻറ്റൻസുകളൊക്കെ പറയുമല്ലോ, ഇംഗ്ലീഷും പറയും, അവൻ മലയാളത്തിലും പറയും. അപ്പോൾ ഞാൻ പറയും ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനും കൂടി അങ്ങനെ ആകുമ്പോൾ കേൾക്കാൻ നല്ല രസമാവും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പാച്ചും പോയി ഗുഡ് നൈറ്റ് പറഞ്ഞു. ഇനിയിപ്പോൾ ഞാനും ഡാഡിയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഡാഡി കിടന്നിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുക. അപ്പോൾ ഞാൻ അവസാനം കുരിശ് വരയ്ക്കാൻ വരുമ്പോൾ മാത്രമാണ് ഞാൻ ഈ ക്ലോസിങ് വീഡിയോ എടുക്കുക കേട്ടോ. ശരിക്കും എൻ്റെ അവസാനം കുരിശ് വരയ്ക്കണ നേരത്തിനാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയിട്ട് എന്താ പറയുക ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം കേട്ടോ. അതുവരയ്ക്ക് നല്ലൊരു ദിവസം ആശംസിക്കണം, വളരെ സന്തോഷത്തോടു കൂടിയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.